ഹുബ്ബുർ റസൂൽ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഈമാനിൻ്റെ ഭാഗമാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരിയും പ്രവാചകനോട് അദമ്യമായ സ്നേഹം വെച്ച് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്ന തൗബാൻ റളിയല്ലാഹു അൻഹു ഒരിക്കലും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ വർണ്ണം വ്യത്യാസപ്പെട്ടിരുന്നു. അദ്ദേഹം വല്ലാതെ ദുഃഖിതനായി കാണപ്പെട്ടു. അദ്ദേഹം ശരീരമാകെ ശോഷിച്ചു പോയിട്ടുണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട മൗലയായ തൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, അല്ല തൗബാൻ, യാ തൗബാൻ മാ ഗയ്യറക ലൗലക്, തൗബാൻ എന്തുപറ്റി? നീയാകെ വിവർണനായിട്ടുണ്ടല്ലോ, ശരീരമാകെ ശോഷിച്ചു പോയിട്ടുണ്ട്, ആകെ ദുഃഖിതനായി ഖിന്നനായി നീ കാണപ്പെടുന്നു, എന്തു പറ്റി തൗബാൻ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്. അള്ളാഹുവിന്റെ തിരുദൂതരോട് തൗബാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ തിരുദൂതരെ, എനിക്ക് ശാരീരികമായ യാതൊരു പ്രയാസങ്ങളുമില്ല, ശാരീരികമായ ബുദ്ധിമുട്ടുകളോ രോഗങ്ങളോ എന്നെ അലട്ടുന്നില്ല. പക്ഷേ കുറച്ചായി എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന, ഉത്കണ്ഠപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, അള്ളാഹുവിന്റെ തിരുദൂതരെ, അങ്ങയെ കാണുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരാശ്വാസവും മനസ്സുഖവും ലഭിക്കുന്നു. പക്ഷേ അങ്ങയുടെ സവിധത്തിൽ നിന്ന് അകന്നുപോയി അങ്ങയുടെ സാന്നിധ്യമില്ലാത്ത സന്ദർഭങ്ങളിൽ എനിക്ക് വല്ലാത്തൊരു ഒറ്റപ്പെടൽ അനുഭവപ്പെടുകയാണ്. എപ്പോഴും അങ്ങയുടെ കൂട്ടെനിക്ക് വേണം, അങ്ങയുടെ സാമീപ്യം എനിക്ക് വേണം, അങ്ങയുടെ സാന്നിധ്യം എനിക്ക് വേണം. അങ്ങയുടെ അടുത്ത് നിന്ന് അകന്നു പോകുമ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം, വല്ലാത്തൊരു ഉത്കണ്ഠ, വല്ലാത്ത ദുഃഖം, വല്ലാത്ത ഒറ്റപ്പെടൽ, എന്തോ ഒരു മാനസികമായ അവസ്ഥ. ഓർക്കണേ സഹോദരങ്ങളെ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായ സംഘർഷത്തിന്റെയും പ്രയാസത്തിന്റെയും ഫലമായി ശരീരത്തെ അത് ബാധിക്കണമെങ്കിൽ എത്ര കണ്ട് മാനസികമായ വേദനയും ദുഃഖവും ആ സ്വഹാബിക്കുണ്ടായിരിക്കണം. ശരീരത്തിന്റെ വർണ്ണമാകെ വ്യത്യാസപ്പെട്ടു, ശരീരം ശോഷിച്ചു പോയി, ആകെ മുഖമൊക്കെ ആകെ മ്ലാനത മുറ്റി നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും നമ്മളൊരാളെ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ഇന്നലെ കണ്ടതുപോലല്ല ഇന്ന് എങ്കിൽ അദ്ദേഹത്തിന്റെ ശാരീരികമായ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തു പറ്റിയെന്ന് നമ്മൾ ചോദിക്കൂലേ? വല്ല രോഗവും പിടികൂടിയോ എന്ന് ചോദിക്കൂലേ? ആ ചോദ്യമാണ്. ആ ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്നറിയോ? താങ്കളെ കാണാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസികമായ പ്രയാസം കൊണ്ട് ശരീരം ശോഷിച്ചു പോയി, തൊലിയുടെ ചർമ്മത്തിന്റെ വർണ്ണം അത് മാറിപ്പോയി, മുഖമാകെ വാടിപ്പോയി. എന്നിട്ട് തൗബാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാന്റെ തിരുദൂതരെ, ഈ ദുനിയാവിൽ നിന്ന് അല്പനേരം താങ്കളെ വിട്ടുനിൽക്കുമ്പോഴാണ് എൻ്റെ ഈ മനപ്രയാസമെങ്കിൽ ഞാൻ ആലോചിച്ചു കാട് കയറിപ്പോയി, അള്ളാന്റെ തിരുദൂതരെ, അങ്ങ് ഞങ്ങളോട് വിട പറഞ്ഞു പോകുമല്ലോ, അല്ലെങ്കിൽ അങ്ങയെ ഞങ്ങൾ വിട്ടുപിരിഞ്ഞു പോകുമല്ലോ. അങ്ങനെ പോയി കഴിഞ്ഞാൽ താങ്കൾ ആഖിറത്തിൽ പ്രവാചകന്മാരോടൊപ്പം ഉന്നതമായ ദറജയിലായിരിക്കൂലേ? സ്വർഗത്തിലെ ഉന്നതമായ പദവികളിൽ മഅൻ നബിയീൻ, നബിമാരോടൊപ്പമായിരിക്കൂലേ അങ്ങ്? ഈ തൗബാൻ സ്വർഗത്തിൽ പ്രവേശിക്കാൻ തന്നെ ഭാഗ്യം കിട്ടിക്കഴിഞ്ഞാലും സ്വർഗത്തിന്റെ ഏതെങ്കിലും അടിത്തട്ടിലല്ലേ ഈ തൗബാൻ ഉണ്ടാവുക? അള്ളാന്റെ തിരുദൂതരെ, അങ്ങയെ ഈ തൗബാൻ കാണാൻ കഴിയുമോ നബിയെ? ദുനിയാവിൽ നിന്ന് അല്പം മണിക്കൂറുകളോ ദിവസങ്ങളോ വിട്ടു നിൽക്കുമ്പോഴേക്ക് അത് സഹിക്കാനും താങ്ങാനുമുള്ള മനസ്സ് ഈ തൗബാൻ ഇല്ല എങ്കിൽ നാളെ ആഖിറത്തിൽ അങ്ങ് സ്വർഗത്തിന്റെ ഉന്നതമായ തലങ്ങളിൽ കഴിഞ്ഞുകൂടുമ്പോ അങ്ങയെ കാണാൻ കഴിയാതെ എങ്ങനെയാണ് ആ സ്വർഗത്തിൽ എനിക്ക് ജീവിക്കാൻ കഴിയുക? എവിടെ? സ്വർഗത്തിൽ പോലും അങ്ങയുടെ സാന്നിധ്യമില്ലാതെ, അങ്ങയുടെ കൂട്ടില്ലാതെ എങ്ങനെ എനിക്ക് ജീവിക്കാൻ കഴിയും നബിയെ? കൂട്ടത്തിൽ ഒന്നുകൂടി ചേർത്ത് പറയുകയാണ്, അതല്ല, ഈ തൗബാനെങ്ങാനും നരകത്തിലാണെങ്കിലോ ഒരിക്കൽ പോലും താങ്കളെ കാണാൻ എനിക്ക് കഴിയൂലല്ലോ നബിയെ എന്ന് സങ്കടപ്പെട്ട് തൗബാൻ റളിയല്ലാഹു അൻഹു. ഇതൊരു സഹാബിയുടെ മാത്രം സങ്കടമല്ല, ദുഃഖമല്ല. സഹാബാക്കളിൽ പലരും ഈ ദുഃഖവും ഈ സങ്കടവും പ്രകടിപ്പിച്ചിരുന്നു.
അപ്പോഴാണ് സൂറത്തുൻ നിസായിൽ 69-ാമത്തെ ആയത്തിൽ സഹാബത്തിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആയത്തിറക്കുന്നത്. പ്രയാസപ്പെടേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല. വമൻ യുതിഇല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചുകൊണ്ട് അല്ലാഹുവിനും തിരുദൂതർക്കും വഴിപ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين. അവർ സ്വർഗ്ഗത്തിൽ ഒറ്റപ്പെട്ടു പോവില്ല. അവർക്ക് അവിടെ നബിമാരെ കാണാൻ പറ്റും, ശുഹദാക്കളെ കാണാൻ പറ്റും, സാലിഹീങ്ങളെ കാണാൻ പറ്റും. مع الذين أنعم الله عليهم, അല്ലാഹു അനുഗ്രഹിച്ചവരുടെ കൂടെ തന്നെയാണ് അവർ. ആരാണവർ? മിനൻ നബിയീന, നബിമാരോടൊപ്പമാണ്. വസ്സുദ്ദീഖീന, സുദ്ദീഖീങ്ങളോട് കൂടെയാണ്. വശുഹദാ, ശുഹദാക്കളുടെയും കൂടെയാണവർ. അപ്പൊ അള്ളാഹുവിനെ റസൂലിനെ അനുസരിച്ച് ഇഷ്ടപ്പെട്ട് ജീവിച്ചു കഴിഞ്ഞാൽ തന്നെ അള്ളാഹുവിന്റെ റസൂല് സ്വർഗത്തിലെ ഉന്നതമായ സ്ഥലങ്ങളിലാണെങ്കിലും ആ പ്രവാചകന്റെ സാന്നിധ്യവും സാമീപ്യവും അനുഭവിക്കുവാൻ സത്യവിശ്വാസികൾക്ക് സാധിക്കും എന്നുള്ളത് സഹാബത്തിനെ ആശ്വസിപ്പിച്ചുകൊണ്ട്. സഹാബത്തിനെ മാത്രമാണോ? നമ്മളെല്ലാവരും ആശ്വസിപ്പിക്കല്ലേ? അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചില്ലേ സഹോദരങ്ങളെ? പലപ്പോഴായിട്ട് നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വാർന്നിട്ടില്ലേ? അള്ളാഹുവിന്റെ തിരുദൂതരെ ഒന്ന് കാണാൻ കഴിഞ്ഞില്ലല്ലോ, ദുനിയാവിൽ വെച്ചുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ല. റബ്ബിന്റെ റസൂലിനെ ദീനിന്റെ ദീപശിഖയുമായി കടന്നു വന്ന് നമ്മുടെ ഹിദായത്തിന്റെ വെളിച്ചത്തിലേക്ക് നമ്മളെ വഴി നടത്തിയ തിരുദൂതര് മുത്തു ഹബീബ് റസൂലുള്ളാഹിനെ അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിലെ ഏറ്റവും വലിയ ഇഷ്ടഭാജനമായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ ദിവസവും ഒരിക്കൽ പോലും ഓർക്കാതെ പോകാത്ത നമ്മുടെ കരളിന്റെ കാതലായ ഹൃദയത്തിന്റെ തുടിപ്പായ സ്നേഹഭാജനമായ നമ്മുടെ വിശ്വാസത്തിന്റെ കാതലായ നമ്മളെ എല്ലാമായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബിയെ സ്വർഗത്തിൽ വെച്ചൊന്ന് കാണണമെന്ന് കൊതിക്കാത്ത മുഅ്മിൻ ആരാണുള്ളത്? ദുനിയാവിൽ വെച്ച് തന്നെ സ്വപ്നത്തിലെങ്കിലും ഒന്ന് കണ്ടെങ്കിൽ എന്ന് കൊതിക്കുന്നവരുണ്ട്. ആഖിറത്തിൽ സ്വർഗത്തിലെത്തിയിട്ടും ആ റബ്ബിന്റെ റസൂലിനെ കാണാൻ കഴിഞ്ഞില്ല എങ്കിൽ ആ റസൂലുള്ളാഹിന്റെ മേൽ നമ്മൾ സ്വലാത്ത് ഇങ്ങനെ ചെല്ലുമ്പം മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഹബീബായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ മനസ്സിൽ താലോലിക്കാറില്ലേ, കാണാറില്ലേ? പുണ്യനബിയുടെ ചരിത്രത്തിലൂടെ ഇങ്ങനെ കണ്ണോടിച്ചു പോകുമ്പോ, ആഴങ്ങളിലേക്ക് ചരിത്രത്തിലേക്ക് ഉളിയിട്ടു പോകുമ്പോ, റസൂല് മക്കത്ത് അനുഭവിച്ച ജീവിതം മദീനത്തുള്ള ജീവിതത്തിലേക്ക് ഇങ്ങനെ അങ്ങനെ വായിച്ച് ആ താഴേക്കനെങ്ങനെ ഇറങ്ങിപ്പോകുമ്പോ വല്ലാത്തൊരു കുളിർമയിൽ അള്ളാന്റെ റസൂൽ ഇങ്ങനെ മനസ്സിൽ ജീവിച്ച് തെളിഞ്ഞു വരുന്നത് പോലെ അപ്പം കണ്ണിലൂടെ ഇങ്ങനെ കണ്ണുനീരിങ്ങനെ വാർന്നൊഴുകുകയാണ്. ആ മുത്ത ഹബീബിനെ ഒന്ന് കാണാൻ കഴിയോ? റസൂലുള്ളാഹിനെ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് വല്ലാതെ സ്നേഹിച്ചു പോയി. ആ റസൂലുള്ളാഹിനോടുള്ള സ്നേഹം ഈമാനിന്റെ ഭാഗമാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങൾ ആരും മുഅ്മിനാവുകയില്ല. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും സമസ്ത ജനങ്ങളെക്കാളും ഞാൻ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടവനാകുന്നത് വരെ നിങ്ങൾ ആരും മുഅ്മിനാവുകയില്ല എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. നമുക്ക് മുഅ്മിനാകണമെങ്കിൽ നമ്മൾ അല്ലാഹുവിന്റെ റസൂൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു വൈകാരമായി, ഒരു യാന്ത്രികതയായി, ഒരു ജ്വലനമായി, ഒരു ആവേശമായി, ഒരു അഗ്നിയായി നമ്മുടെ സിരകളിലൂടെ, നമ്മുടെ മനസ്സുകളിലൂടെ ഇങ്ങനെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടിക്കൊണ്ടേയിരിക്കണം, ജീവിച്ചുകൊണ്ടേയിരിക്കണം. പ്രിയമുള്ളവരെ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ്, മതസ്സാ, എപ്പോഴാണ് അന്ത്യനാൾ ഉണ്ടാവുക? അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കുന്നു, വമാദാ അഅദത്ത ലഹാ, ആ ഖിയാമത്തിന് വേണ്ടി നീ എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളത്? ഖാല, അദ്ദേഹം പറയുകയാണ്, ലാ ശൈ, ഒന്നും ഒരുക്കി വെച്ചിട്ടില്ല. ഇല്ലാ അന്നീ ഉഹിബ്ബുല്ലാഹ വറസൂല, അല്ലാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹമല്ലാതെ മറ്റൊന്നും എന്റെ കയ്യിലില്ല. ഫഖാല, അപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
അൻത മഅ മൻ അഹ്ബബ്ത, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടൊപ്പമായിരിക്കും നാളെ നീ ആഖിറത്തിൽ ഉണ്ടാവുക. ശരിക്കും മനസ്സിലാക്കണം എന്റെ സഹോദരി സഹോദരന്മാരെ, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടൊപ്പമായിരിക്കും നാളെ ആഖിറത്തിൽ. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ വാക്കിനേക്കാൾ ഞങ്ങളെ സന്തോഷിപ്പിച്ച തിരുനബിയുടെ മറ്റൊരു മൊഴിയുമില്ല എന്ന്, മറ്റൊരു വാക്കുമില്ല എന്ന്. കാരണം അവരെ അങ്ങേയറ്റം അത്രമാത്രം അദമ്യമായ അഗാധമായ ആഴത്തിലുള്ള സ്നേഹം തിരുനബിയോടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആരെ സ്നേഹിക്കുന്നുവോ അവരോടൊപ്പമായിരിക്കും ആഖിറത്തിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാളെ ആഖിറത്തില് സ്വർഗത്തിൽ ഞങ്ങളുടെ നബിന്റെ കൂടെ തന്നെയാണ് എന്നവർക്ക് വല്ലാത്തൊരു ആശ്വാസമായി. തിരുനബിയെ കൂടെ ചാരത്ത് കിട്ടിയവർക്ക് അത് വല്ലാത്തൊരു അനുഭൂതിയാണ്. പിന്നൊന്നും വേണ്ട. അങ്ങനെയായിരുന്നു സഹാബത്ത്. തിരുനബിയുടെ സാന്നിധ്യമുണ്ടോ പിന്നൊന്നും വേണ്ട, അവർക്ക് ഒന്നും വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു, വധിക്കപ്പെട്ടു എന്നുള്ള വാർത്ത കേൾക്കാണ് ഉഹദിന്റെ പൊർക്കളത്തിൽ. അപ്പോഴാണ് ഒരു സഹാബി വനിത ഓടി വരുന്നത്. ആ ഓടി വരുന്ന സമയത്താണ് വഴിയിൽ വെച്ചുകൊണ്ട് ആളുകൾ പറയുന്നത്, നിന്റെ പിതാവ് രക്തസാക്ഷിയായിട്ടുണ്ട്, ഷഹീദായിട്ടുണ്ട്, നിന്റെ മകൻ ഷഹീദായിട്ടുണ്ട്, ഭർത്താവ് ഷഹീദായിട്ടുണ്ട്. ആ സമയത്തൊക്കെ ആ സഹോദരി പറയുന്നത്, സഹാബി വനിത പറയുന്നത്, അതൊന്നും എനിക്ക് വിഷയമേ അല്ല. എന്റെ വാപ്പ പോയാലും, എന്റെ ആങ്ങള പോയാലും, എന്റെ ഭർത്താവ് പോയാലും, എന്റെ മകൻ പോയാലും എനിക്ക് വിഷയമല്ല. അള്ളാന്റെ തിരുദൂതര് ജീവിച്ചിരിപ്പുണ്ടോ അതാണ് എനിക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞപ്പം, അതേ അള്ളാന്റെ റസൂല് ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞപ്പം, എന്നാൽ ആ വിവരം കിട്ടിയതിന് ശേഷം ഈ ദുനിയാവിൽ എന്ത് മുസീബത്തുണ്ടാവട്ടെ ആ മുസീബത്തൊന്നും എനിക്ക് വിഷയമേ അല്ല, ഞാൻ എല്ലാം സഹിക്കാൻ സന്നദ്ധയാണ് എന്ന് പറഞ്ഞ സ്ത്രീരത്നം സഹാബി വനിത. അതാണ് അവരുടെ അഗാധമായ സ്നേഹം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും കിട്ടുമെന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറം വലിയ നിധി അവർക്കില്ല. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ വാക്കിനേക്കാൾ ഞങ്ങളെ സന്തോഷിപ്പിച്ച മറ്റൊരു വാക്കും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഞങ്ങൾ കേട്ടിട്ടില്ല. എന്നിട്ട് അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അള്ളാന്റെ റസൂലിനെയും അബൂബക്കറിനെയും ഉമറിനെയും വല്ലാതെ സ്നേഹിക്കുന്നു. ഞാൻ ആഗ്രഹിക്കുന്നത് അവരോടൊപ്പം നാളെ സ്വർഗത്തിൽ സമ്മേളിക്കണമെന്നാണ്. അവരോടൊപ്പം എത്താനുള്ള അമലുകൾ എന്റെ കയ്യിലില്ല എങ്കിലും അവരോടുള്ള സ്നേഹം എന്നെ നാളെ അവരോടൊപ്പം സ്വർഗത്തിൽ എത്തിച്ചേക്കാം എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ, അതാണ് അള്ളാഹുവിന്റെ തിരുദൂതരോടുള്ള അങ്ങേയറ്റത്തെ സ്വഹാബത്തിന്റെ സ്നേഹമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ റബീഅത്ത് ഇബ്നു കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നേരത്തെ എഴുന്നേറ്റ് രാത്രി നമസ്കരിക്കും. ആ നമസ്കരിക്കുന്ന സമയത്ത് കൂടെ ഒരാൾ കൂടി എഴുന്നേൽക്കും. അത് മറ്റാരുമല്ല, അത് റബീഅത്ത് ഇബ്നു കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു ആണ്. എന്തിന്? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വെള്ളം എടുത്തു കൊടുക്കാൻ വേണ്ടി. നബിയുടെ വുദൂ ചെയ്യാനുള്ള വെള്ളം, നബിക്ക് പിന്നെ പ്രാഥമിക കർമ്മങ്ങളൊക്കെ നിർവഹിക്കുവാനുള്ള വെള്ളം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അർദ്ധരാത്രിക്ക് ശേഷമുള്ള 1 മണിക്ക് ശേഷമുള്ള എഴുന്നേൽക്കലാണ്. ഇത് 2 മണിക്കോ ഒക്കെ ആയിരിക്കും. നേരത്തെ എഴുന്നേൽക്കും, അർദ്ധരാത്രിക്ക് ശേഷമുള്ള സമയം. ആ സമയത്ത് ഉറക്കം വിളിച്ചുകൊണ്ട് റബീഅത്ത് ഇബ്നു കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കും. അങ്ങനെ എഴുന്നേറ്റിട്ട് അള്ളാഹുവിന്റെ റസൂലിന് ഇങ്ങനെ വെള്ളം കൊണ്ടുപോയി കൊടുക്കും. ഉറക്കം വിളിച്ചുകൊണ്ട് വെള്ളം കൊണ്ടുപോയി കൊടുക്കുകയാണ്. തന്റെ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാനും ഉദൂ ചെയ്യാനൊക്കെ ഉള്ള ഇങ്ങനെ നിരന്തരമായി തനിക്ക് ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ ചോദിക്കാണ്, രാത്രി അർദ്ധരാത്രി സമയത്ത്, ചോദിച്ചോ നിനക്ക് ആവശ്യമുള്ളത് എന്തെങ്കിലും ചോദിച്ചോ. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ചോദിച്ചോ, ഇപ്പൊ ചോദിച്ചോ, ആവശ്യമുള്ളത് തരാം. റബീഅ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് റബീഅത്ത് എന്താ ചോദിച്ചെന്നറിയോ? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. മറ്റൊന്നും വേണ്ട നബിയേ, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അങ്ങയുടെ കൂട്ട് എനിക്ക് വേണം, സ്വർഗ്ഗത്തിൽ അങ്ങയുടെ സഹവാസം എനിക്ക് വേണം. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞ നബി തിരിച്ചോദിച്ചു, അവൈറ ദാലിക്, വേറെ എന്തെങ്കിലും ചോദിച്ചൂടെ? അതെന്നെ വേണോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞു, ഹുവദാക്, മറ്റൊന്നും വേണ്ട, വേറൊന്നും വേണ്ട. തരികയാണെങ്കിൽ അങ്ങയുടെ കൂട്ട് നാളെ സ്വർഗത്തിലും കിട്ടണം, അതല്ലാതെ മറ്റൊന്നും വേണ്ട. ഉടനെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ ഫഅഇനി അലാ നഫ്സിക ബികഥറത്തി സുജൂദ്, ഒരു കാര്യം ചെയ്യാ, സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് അക്കാര്യത്തിൽ നീ എന്നെ ഒന്ന് സഹായിക്കും. തരാം, എന്റെ കൂട്ട് അള്ളാഹു നിനക്ക് നൽകും, എന്റെ സാമീപ്യം കിട്ടും,
എന്റെ സഹവാസം കിട്ടും നാളെ സ്വർഗത്തിൽ. പക്ഷേ നീ സുജൂദ് വർദ്ധിപ്പിക്കണം. സുജൂദ് വർദ്ധിപ്പിക്കാന്ന് പറഞ്ഞാൽ നിസ്കാരം വർദ്ധിപ്പിക്കാം. അങ്ങനെ സുജൂദിലൂടെ എന്റെ സാമീപ്യം നിനക്ക് നാളെ പരലോകത്ത് വെച്ചുകൊണ്ടും കിട്ടുന്നതാണ്. അപ്പൊ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹുബ്ബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും കൂടി മനസ്സിലാക്കണം. ആ ഹുബ്ബ് ഇങ്ങനെ നിന്റെ ഉള്ളിലല്ല സ്നേഹമുണ്ടെന്ന് പറഞ്ഞിട്ട് തോന്നിയാസം ചെയ്ത് നടന്നു കഴിഞ്ഞാൽ അള്ളാഹിന്റെ റസൂലിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത് നടന്നുകൊണ്ട് നമുക്ക് റസൂലുള്ളാഹിന്റെ സാമീപ്യവും ഒന്നും കിട്ടൂല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതാ സ്വഹാബിനെ പഠിപ്പിക്കുന്നത് എന്റെ നിസ്കാരം വർദ്ധിപ്പിക്കുക, സുജൂദ് വർദ്ധിപ്പിക്കുക. സുജൂദിലൂടെയാണ് ഒരു അടിമ ഏറ്റവും കൂടുതൽ അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ഫർളും സുന്നത്തുമുള്ള നിസ്കാരങ്ങളും സുജൂദും വർദ്ധിപ്പിച്ച്, എന്നാൽ അങ്ങനെ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് കഴിഞ്ഞാൽ അവർ അവരോടൊപ്പമാണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ആഗ്രഹം എന്താ? നാളെ സ്വർഗത്തിലും അള്ളാന്റെ റസൂലിന് ഒരു കൂട്ട് കിട്ടണമെന്നുള്ളതാണ്. അത് സ്വഹാബത്തിന്റെ ഒരു തേട്ടമായിരുന്നു, അദമ്യമായ ആഗ്രഹമായിരുന്നു. മഹദി ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ ചരിത്രത്തിലെ തീര വനിതയാണ്, സ്വഹാബി വനിതയാണ്, സ്ത്രീരത്നമാണ്. അവര് ദീർഘമാണ് അവരുടെ ചരിത്രം. ഉഹദിന്റെ യുദ്ധക്കളത്തിൽ സ്വഹാബാക്കളിൽ പലരും ചിതറി ഓടിയപ്പോ അള്ളാന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംരക്ഷണ വലയം ഒരുക്കിക്കൊണ്ട് ധീരമായി പൊരുതി നിന്നവരാണ് മഹദി ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ. അള്ളാന്റെ തിരുദൂതര് തന്നെ പറയുന്നുണ്ട്, ഞാൻ വലതുഭാഗത്തേക്ക് നോക്കിയപ്പോഴും ഉമ്മു അമ്മാറ, ഞാൻ ഇടതുഭാഗത്തേക്ക് നോക്കിയപ്പോഴും ഉമ്മു അമ്മാറ. ഉമ്മു അമ്മാറ ശത്രുവിനെതിരെ വാള് ചുഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഉമ്മു അമ്മാറുടെ കൈക്ക് തോളത്ത് വലിയ ഒരു മുറിവേൽക്കുകയാണ്. വെട്ടേറ്റിട്ട് രക്തം വാർന്നൊഴുകുകയാണ്. ജീവിതത്തിന്റെ അവസാനം വരെ ആ മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ കൈ ഇങ്ങനെ സ്വാധീനം നഷ്ടപ്പെട്ട് അറ്റു തൂങ്ങിയിട്ടും ശത്രുവിനെ പ്രതിരോധിക്കുന്നതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിറകോട്ട് മാറാതെ മഹദി ഉമ്മു അമ്മാറ ധീരമായി പ്രതിരോധിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശത്രുക്കൾ 4 ഭാഗത്തുനിന്ന് വളഞ്ഞിട്ടുണ്ട്, സഹാബാക്കൾ ചിതറിയോടിയിട്ടുണ്ട്. പുരുഷന്മാരായ സഹാബാക്കളൊന്നും കൂടെ ഏറെയില്ല. മകൻ ഉമ്മു അമ്മാറയുടെ മകനും ഉമ്മു അമ്മാറയും ഭർത്താവും കൂടി നിന്നുകൊണ്ട് പ്രതിരോധിക്കുകയാണ് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിന്റെ റസൂല് പറയാണ്, വലത് നോക്കിയപ്പോഴും ഇടത് നോക്കിയപ്പോഴും ഉമ്മു അമ്മാറ. എന്നിട്ട് ഉഹദിന്റെ യുദ്ധക്കളത്തിൽ, പ്രതിസന്ധി നിറഞ്ഞ പൂർക്കളത്തിൽ വെച്ചുകൊണ്ട് തിരുദൂതർ ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ ഉമ്മു അമ്മാറയുടെ കുടുംബത്തിന് നീ അനുഗ്രഹിക്കണമേ, ഉമ്മു അമ്മാറയുടെ കുടുംബത്തിന് നീ റഹ്മത്ത് ചെയ്യണമേ, ഉമ്മു അമ്മാറയുടെ കുടുംബത്തിന് നീ ബറക്കത്ത് ചെയ്യണമേ എന്ന് പറഞ്ഞപ്പം ആ പൂർക്കളത്തിൽ വെച്ചുകൊണ്ട് ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹു തിരുനബിയോട് പറയാണ്, റസൂലേ ഇങ്ങനെ കൂടി ദുആ ചെയ്യൂ, ഉദ്ഉല്ലാഹ അൻ നുറാഫിഖക ഫിൽ ജന്നഹ്, നാളെ സ്വർഗ്ഗത്തിലും അങ്ങയുടെ കൂട്ട് വേണം. അള്ളാഹിന്റെ തിരുദൂതരെ അതിനുവേണ്ടി അങ്ങൊന്ന് ദുആ ചെയ്യേ. ആ യുദ്ധക്കളത്തിൽ വെച്ചുകൊണ്ട് അള്ളാഹിന്റെ റസൂല് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ജഅൽഹും റഫഖാഇ ഫിൽ ജന്നഹ്, അല്ലാഹുവേ നാളെ സ്വർഗ്ഗത്തിൽ എന്റെ കൂട്ടിവർക്ക് നീ നൽകണമേ, ഉമ്മു അമ്മാറക്കും കുടുംബത്തിനും മകനും ഭർത്താവിനും എന്റെ കൂട്ട് സഹവാസം നീ നൽകണമേ എന്ന് ആ ഉഹദിന്റെ പോർക്കളത്തിൽ പ്രതിസന്ധി നിറഞ്ഞ യുദ്ധക്കളത്തിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹാക്ക് വേണ്ടി ദുആ ചെയ്യാണ്. അള്ളാഹിന്റെ ദീനിന് വേണ്ടി ത്യാഗം ചെയ്തവർ, അള്ളാഹിന്റെ റസൂലിനെ സ്നേഹിച്ചവർ, സ്വന്തം ജീവരക്തം നൽകിക്കൊണ്ട് റബ്ബിന്റെ റസൂലിനെ പ്രതിരോധിക്കുവാൻ സന്നദ്ധമായവർ, ദീനിന്റെ കാവലാളുകൾ, അത്തരം ആളുകളാണ് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിന് പാത്രീഭൂതരായവർ. സുജൂദിലും റുകൂഇലുമായിട്ട് റബ്ബിന്റെ റസൂലിന്റെ കൂടെ നിന്നവരാണ്. അള്ളാഹിന്റെ റസൂലിന്റെ ഇതാഅത്തിനും റസൂലുള്ളാഹിന്റെ ഹുബ്ബിനുമെല്ലാം തിരിച്ചങ്ങോട്ടുമുള്ള ഹുബ്ബും കിട്ടണമെങ്കിൽ അതുണ്ടാവണം. പ്രിയമുള്ളവരെ, വെറും സ്നേഹത്തിന്റെ പാട്ട് പാടിയത് കൊണ്ട് കാര്യമായില്ല, ജീവിതം കൊണ്ട് സ്നേഹം തെളിയിക്കണം. ഹുബ്ബുർ റസൂൽ എന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തെ അള്ളാഹിന്റെ റസൂലിന്റെ ജീവിതത്തെ അനുധാവനം ചെയ്തുകൊണ്ടാണ് ആ ഹുബ്ബ് നമ്മൾ പ്രകടിപ്പിക്കേണ്ടത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിൽ 24-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്, قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله
فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين قل നബിയെ താങ്കൾ പറയുക അവരോട് ഇൻ കാന ആബാഉക്കും നിങ്ങളുടെ പിതാക്കൾ വഅബ്നാഉക്കും നിങ്ങളുടെ മക്കൾ വഇഖ്വാനുക്കും നിങ്ങളുടെ സഹോദരന്മാർ വഅസ്വാജുക്കും നിങ്ങളുടെ ഇണകൾ വഅശീറത്തുക്കും നിങ്ങളുടെ ബന്ധുക്കൾ വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ നിങ്ങളുടെ സമ്പാദ്യങ്ങൾ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ നിങ്ങൾ നഷ്ടം സംഭവിക്കുമോ മാന്ദ്യം സംഭവിക്കുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടങ്ങളും വമസാകിനു തർലൗനഹാ നിങ്ങൾക്കേറെ തൃപ്തികരമായ നിങ്ങളുടെ വീടുകളും ഭവനങ്ങളും 8 കാര്യങ്ങൾ എടുത്തു പറയുകയാണ്. 5 കാര്യങ്ങൾ നമ്മൾ തമ്മിലുള്ള വ്യക്തികൾ തമ്മിലുള്ള മാതാപിതാക്കൾ ഇണകൾ മക്കൾ അങ്ങനെയുള്ള സ്നേഹബന്ധങ്ങളെ സംബന്ധിച്ചു. ബാക്കി 3 കാര്യങ്ങൾ നമ്മുടെ സമ്പത്തുമായി ബന്ധപ്പെട്ടത് ഭവനം വീട് ആ സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങളും അങ്ങനെ 8 കാര്യങ്ങൾ എടുത്തെണ്ണി പറഞ്ഞുകൊണ്ട് അല്ലാഹു പറയുകയാണ് ഇവയൊക്കെ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലി അല്ലാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും അവന്റെ മാർഗത്തിലുള്ള ധർമ്മ സമരത്തെക്കാളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഫതറബ്ബസു ഹത്താ യഅതിയല്ലാഹു ബിഅംരി അല്ലാഹുവിന്റെ ശിക്ഷ വരുന്നത് നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക. അല്ലാഹു ഒരിക്കലും അത്തരം അല്ലാഹുവിനേക്കാളും റസൂലിനേക്കാളും അവന്റെ മാർഗത്തിലുള്ള ധർമ്മ സമരത്തെക്കാളും ഈ ഭൗതികമായ ബന്ധങ്ങളെയും വിഭവങ്ങളെയും സ്നേഹിക്കുന്നവരെ അല്ലാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. അവർ ഫാസിഖീങ്ങളാണ്, അവർക്ക് ഹിദായത്ത് നൽകുകയില്ല എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, അതുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും പ്രധാനം അല്ലാഹു ആയിരിക്കണം, റസൂലായിരിക്കണം. അതിന്റെ പൂരകമായി അവന്റെ മാർഗത്തിലുള്ള ധർമ്മസമരമായിരിക്കണം. ഇതിനേക്കാളും വില നമ്മുടെ ദുനിയാവിന് നമ്മൾ കൽപ്പിക്കാൻ പാടില്ല. കൽപ്പിച്ചു കഴിഞ്ഞാൽ റബ്ബിന്റെ ശിക്ഷ ഈ ഉമ്മത്തിന് വന്നു ഭവിക്കും എന്നാണ് സൂറത്ത് തൗബയിലെ 24-ാമത്തെ ആയത്തിൽ അല്ലാഹു നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. ഈ മുന്നറിയിപ്പ് ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ നമ്മൾ സന്നദ്ധമാകുക. അല്ലാഹുവിന്റെ തിരുദൂതരെയും അവിടുത്തെ ദീനുൽ ഇസ്ലാമിനെയും സ്നേഹിച്ചുകൊണ്ട് ആ ദീനിന് വേണ്ടി ജീവിച്ച് അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടി ജീവിച്ച് മരിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതം റബ്ബിന്റെ മാർഗത്തിലാക്കി അവസാനം മരണം പൂർണ്ണമായ ഈമാനോടുകൂടി റബ്ബിന്റെ തൃപ്തിയിലായി മരിക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു ഈ ഉമ്മത്തിന് ശക്തി പകരുമാറാവട്ടെ, ഈ ഉമ്മത്തിന് ഇസ്സത്ത് നൽകുമാറാവട്ടെ. അല്ലാഹു